ഇനി നമുക്ക് റെസ്പിറേറ്ററി ഡിസീസിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു 3 ഡിസീസും കൂടിയുണ്ട്. അതായത് സിറ്റുവേഷനാണ്. ഒന്നാമത്തെ സംഭവം പൾമണറി എംബോളിസം. അതായത് പൾമണറി എംബോളിസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് പൾമണറി ക്യാവിറ്റിയിലെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നമ്മുടെ പൾമണറി ആർട്ടറിയിലൂടെ ബ്ലഡ് ലങ്സിൽ ചെന്ന് ലങ്സിന്റെ ഉള്ളിൽ പ്യൂരിഫൈഡ് ആയി പൾമണറി വെയിനിലേക്ക് വരിക, എന്നിട്ട് ലെഫ്റ്റ് ട്യൂത്തിലേക്ക് വരിക. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ പൾമണറി ആർട്ടറി വഴി ചെന്ന് ലങ്സിനകത്ത് ചെന്ന് നടക്കുന്ന സംഭവം എന്താ? ലങ്സിനകത്ത് ചെന്ന് നടക്കുന്ന പരിപാടിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പൊ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുമ്പം ചെറിയ 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 ക്യാപ്പിലറി ബെഡിലൂടെയാണ് ഈ ബ്ലഡിന് പോകേണ്ടത്. അതായത് കുഞ്ഞ് ആർട്ടറിയാണ്. അപ്പം ആ കുഞ്ഞ് ആർട്ടറിക്കുള്ളിലൂടെ പോകുമ്പം ഒരു സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഇങ്ങനെ വന്ന് ഓക്സിജൻ റിച്ച് ആയ ഏരിയ വരുമ്പം കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ഓക്സിജന് സെൻസിറ്റിവിറ്റി അവിടെ കൂടുതലുള്ളതുകൊണ്ട് ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും ഓസ്മോട്ടിക് പ്രഷർ പോലെയാണ്. ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡാണ് വരുന്നത്. അപ്പം അത് വന്ന് ഓക്സിജൻ പുറത്ത് കൂടുതലുമാണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കുറവായ ബ്ലഡ് വന്ന് ഓക്സിജനെ ഉള്ളിലേക്ക് കയറ്റി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിട്ട് ഒരേ സമയം ബ്ലഡ് കൂടുതൽ വന്ന് വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കളക്റ്റായി ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് ഒരു പിടിയായിട്ട് വന്ന് കയറുക ചെയ്യുന്നത്. അപ്പം ഈ ആർട്ടറിയിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഇച്ചിരി ഒരു ക്ലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടുപോയി. അതായത് പൾമണറി എംബോളിസായി. അതായത് പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് കേസാണ്. കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി ഡെത്തായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പൾമണറി എംബോളിസം ഉണ്ടാകുമ്പോൾ ആദ്യം പേഷ്യന്റ് കാണിക്കാൻ പോകുന്നത് ചെസ്റ്റ് പെയിൻ ആണ്. പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ, പ്ലൂററ്റിക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ചെസ്റ്റ് പെയിൻ പെട്ടെന്ന് വർഷൻ ആവും. പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ഡിസ്നിയ ഉണ്ടാവും, ഇറിറ്റബിൾ ആവും, ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ട് ബോഡി മുഴുവൻ ബ്ലൂയിഷ് കളറാവും. പേഷ്യന്റ് പെട്ടെന്ന് ടയേർഡാവും. ഒരു മരണഭയം പേഷ്യന്റിന്റെ മുഖത്ത് പെട്ടെന്ന് വരും. കാരണം അതുപോലെ പുള്ളി ബുദ്ധിമുട്ടും. അപ്പൊ ഒരു എമർജൻസി കേസാണ് പൾമണറി എംബോളിസം എന്നുള്ളത്. ആദ്യം അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹെപ്പാരിൻ കൊടുത്തു നോക്കും. ഹെപ്പാരിൻ കൊടുത്തിട്ട് ഏറ്റിലെ ത്രോംബോലൈസ് ചെയ്യും. ത്രോംബോലൈസ് ചെയ്തിട്ടും പേഷ്യന്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ ഇന്റുബേറ്റ് ചെയ്യും. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ക്ലോട്ട് എടുത്ത് മാറ്റും. മനസ്സിലായോ? ഇതാണ് അതിനുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവമാണ് ആസ്മ. നമ്മൾ ആസ്മ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതൊരു അലർജിയാണ്. അതായത് പുറത്തു നിന്ന് എന്തെങ്കിലും പാർട്ടിക്കിൾസ്, അതായത് പൊടികളോ ഇൻഡസ്ട്രിയൽ വേസ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സസൈസോ ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചോ എന്തെങ്കിലും പേഷ്യന്റിന്റെ ഉള്ളിൽ ചെല്ലുക, ലങ്സിലൂടെ ഉള്ളിൽ ചെല്ലുന്നു. പൊടിയോ തണുപ്പോ എന്തെങ്കിലും ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ആ ബോഡിക്കെതിരെ, ആ പാർട്ടിക്കിൾസിനെതിരെ ബോഡി ഇറിറ്റേറ്റഡ് ആവുക. ബോഡിയുടെ ടിഷ്യൂസ് വളരെയധികമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ആ പാർട്ടിക്കിൾസിനെ ബോഡിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പം ബോഡി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ബോഡി അപ്പം കാണിക്കാൻ പോകുന്ന മെക്കാനിസമാണ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. അത് ബോഡിയുടെ ഒരു ഡിഫെൻഡിങ് മെക്കാനിസമാണ്. അപ്പം ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ബോഡി കാണിക്കും. അതായത് ബോഡി അതിനെ സർവ്വശക്തി ഉപയോഗിച്ച് എതിർക്കും. അപ്പൊ ലങ്സിനുള്ളിൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ മ്യൂക്കസ് മെംബ്രെയിൻ എഡിമാറ്റസ് ആവും, സ്വെല്ലിംഗ് ആവും, എഡിമാറ്റസ് ആവും. ഒരുപാട് സെക്രീഷൻസ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം അത് ഡിഫെൻസ് ചെയ്ത് പുറത്ത് സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡിഫെൻസ് മെക്കാനിസം. പക്ഷെ ഇത് ഹൈപ്പറായിട്ട് പിന്നെയും അങ്ങ് ആവുക. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം ഉണ്ടാകുന്ന സംഭവമാണ് എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആവും. എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് വീസിങ് സൗണ്ട് ഭയങ്കരമാണ്. കാരണം പേഷ്യന്റിന് എയർവേ മുഴുവൻ ഒബ്സ്ട്രക്റ്റഡ് ആയി വളരെ ബുദ്ധിമുട്ടി പേഷ്യന്റ് ഓക്സിജൻ എടുത്തോണ്ടിരിക്കുക. അപ്പം ഇത് ഒരുപാട് കാര്യങ്ങളോട് ഇങ്ങനെ അലർജി ഉണ്ടെങ്കിൽ ഈ അലർജിയുടെ സിവിയറിറ്റി അനുസരിച്ച് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് മോഡറേറ്റ്,
മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന്. അത് മൈൽഡിൽ തന്നെ രണ്ടായിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. അതായത് ഈ മൈൽഡ് ഇന്റർമീഡിയന്റ്, മൈൽഡ് മോഡറേറ്റ്, സിവിയർ മോഡറേറ്റ്, സിവിയർ. അതായത് മൈൽഡ് ഇന്റർമീഡിയന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാകത്തില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഈ പേഷ്യന്റിന് ഈ ആസ്മയുടെ അറ്റാക്കുകൾ ഉണ്ടാകാറുള്ളത്. അതിന് പേഷ്യന്റിന്റെ ഡെയിലി ലൈഫിനെ ഇത് ബാധിക്കത്തില്ല. പേഷ്യന്റിന് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നൈറ്റിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനുകൾ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ആയിരിക്കും. ഇതാണ് മൈൽഡ് ഇന്റർമീഡിയന്റിന്റെ പ്രത്യേകത. ഇനി മൈൽഡ് സിവിയറിന്റെയോ, അതായത് മൈൽഡ് പെർസിസ്റ്റന്റിന്റെയോ, അതായത് മൈൽഡ് ഇന്റർമീഡിയന്റ് ആണ് ആദ്യത്തെ, പിന്നെ മൈൽഡ് പെർസിസ്റ്റന്റ്, അതായത് ആഴ്ചയിൽ ഒരു 2 കൂടുതൽ പ്രാവശ്യമൊക്കെ വരും, അതായത് 3-4 പ്രാവശ്യമൊക്കെ വരും, പക്ഷെ എല്ലാ ദിവസവും ഇല്ല. മനസ്സിലായോ? നൈറ്റിൽ ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ വരും, അതായത് 2 കൂടുതൽ വരും ഒരു മാസത്തില് നൈറ്റിൽ ഇതിന്റെ ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ചെറുതായിട്ട് ഡെയിലി ലൈഫിനെ ബാധിക്കും. മനസ്സിലായോ? പേഷ്യന്റിന്റെ ആദ്യത്തേതിന് മൈൽഡ് ഇന്റർമീഡിയറ്റിന് ഈ എക്സാസർബേഷൻ, അതായത് ഇതിന്റെ അഗ്രസീവ് സ്റ്റേജിലെത്തുന്ന അവസ്ഥ വളരെ കുറവായിരിക്കും. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജായ മൈൽഡ് പെർസിസ്റ്റന്റിൽ എന്നാ സംഭവിക്കണമെന്ന് പറയുന്ന പേഷ്യന്റിന് ഈ എക്സാസർബേഷന്റെ അളവ് ഒരു ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ വരും. ആഴ്ചയിൽ ഒരു മിനിമം ഒരു 2-3 പ്രാവശ്യമൊക്കെ വരും എക്സാസർബേഷൻ. മാസത്തിൽ ഒരു 3-4 പ്രാവശ്യം ഉറപ്പാണ്. അതായത് അഗ്രസീവ് സ്റ്റേജിലേക്ക് എത്തും. ആ സമയത്ത് പേഷ്യന്റിന് ഈ ബ്രോങ്കോ ഡയലേറ്റേഴ്സും ഗ്ലൂക്കോ ഹൈഡ്രോകോർട്ടിസോണും ഒക്കെ കൊടുത്ത് പേഷ്യന്റിനെ കുറയ്ക്കുക ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് പെർസിസ്റ്റന്റ് എന്നാണ്. അതായത് മോഡറേറ്റ് പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് എല്ലാ ദിവസവും തന്നെ ഏതാണ്ടൊക്കെ ഈ പ്രശ്നമുണ്ട്. രാത്രിയിൽ ആഴ്ചയിൽ 3-4 പ്രാവശ്യം പേഷ്യന്റിന് നൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എക്സാസർബേഷൻ ഭയങ്കരമായിരിക്കും, ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പേഷ്യന്റിന് സിവിയർ ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഈ ബ്രോങ്കോ ഡയലേറ്ററും ഗ്ലൂക്കോ കോർട്ടിക്കോ സ്റ്റിറോയിഡും ഒക്കെ നേസൽ സ്പ്രേയിലൂടെയൊക്കെ എടുക്കേണ്ടി വരും. ഇനി അടുത്തത് സിവിയർ ആണ്. സിവിയർ എന്ന് പറയുന്ന പേഷ്യന്റ് അനങ്ങിയ അലർജിയാണ്. എക്സാസർബേഷൻ ആണ് എല്ലാ ദിവസവും എക്സാസർബേഷൻ, അതിന്റെ അഗ്രസീവ് അവസ്ഥയിലെത്തും. പേഷ്യന്റിന്റെ ഡെയിലി ആക്ടിവിറ്റീനെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് മാത്രമല്ല, പേഷ്യന്റിനെ നോക്കാനായിട്ട് ഒരാളെ നിർത്തവും കൂടി. കാരണം എപ്പോൾ വേണേലും ഉണ്ടാവും. പേഷ്യന്റ് വളരെ ടയേർഡാണ്. മനസ്സിലായോ? ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആസ്മ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടായി, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, ആൾ മരിച്ചു പോകും. ഇതാണ് ആസ്മയുടെ സിറ്റുവേഷൻ. അതുകൊണ്ട് ഇതിനെ ബ്രോങ്കോ ഡയലേറ്ററും പറഞ്ഞല്ലോ ഇൻഫ്ലമേറ്ററി, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇൻഫ്ലമേറ്ററി ഡ്രഗിലെ ഏറ്റവും കിങ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ആണ്. അതായത് സ്റ്റിറോയിഡ് നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻ ആണ്. അതായത് ഒരു സാധനം ബോഡി വന്നിരുന്നു, ഒരു അലർജി ബോഡി വന്നിരുന്നു, ബോഡി വന്നിരിക്കുന്ന അലർജിയോട് പ്രവർത്തിക്കണ്ട എന്ന് പറയുന്ന, അതായത് അതിനെതിരെ നീ റിയാക്ഷൻ എടുക്കരുത് എന്ന് പറയുന്ന സംഭവമാണ് ഈ ഗ്ലൂക്കോ കോർട്ടിക്കോ സ്റ്റിറോയിഡ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മളിതിന് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിക്ക് കൊടുക്കുന്നത്. കാരണം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിക്ക് ഗ്ലൂക്കോ കോർട്ടിക്കോ സ്റ്റിറോയിഡ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ഓർഗനെ റിജക്ട് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. മനസ്സിലായോ? നമ്മുടെ സ്വന്തം ബോഡിയുടെ ഭാഗം അല്ലാത്ത എന്തിനേയും ബോഡി റിജക്ട് ചെയ്യും. അപ്പം ഈ സാധനത്തെ റിജക്ട് ചെയ്യരുത്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അതിനെതിരെ ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കരുതെന്ന് ബോഡിക്ക് കമാൻഡ് കൊടുക്കുന്ന സംഭവമാണ് ഗ്ലൂക്കോ കോർട്ടിക്കോ സ്റ്റിറോയിഡ്. മനസ്സിലായി? അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് ഡെയിലി എടുത്തേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല.
ആ മെഡിസിൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള മെഡിസിൻസ് ആണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പേഷ്യന്റിന്റെ ജീവിതം ആയതുകൊണ്ട്, ലൈഫ് ആയതുകൊണ്ട് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കും. പിന്നെ വാസോ ഡയലേറ്റർ നമ്മൾ കൊടുക്കും. β2, അതായത് മെയിൻ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ് സിമ്പതോമെറ്റിക് അഡ്രിനാലിന്റെ എഫക്റ്റ് ഉള്ള സിമ്പതോമെറ്റിക് എന്ന്. അതായത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് β2 ആൻഡ്രോജനിക് ആഗോണിസ്റ്റ് ബ്രോങ്കോ ഡയലേറ്റർ ആണ്. നമ്മൾ കൊടുക്കുന്നത് ആൽബുട്രോള്, ലെവാലുബട്രോള്, സാൽബുട്ടാമോള്, സാൽമെട്രോൾ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന β2 ആൻഡ്രോജനിക് ആഗണിസ്റ്റ് ബ്രോങ്കോ ഡയലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ഇത് ബ്രോങ്കിനെ സ്മൂത്ത് മസിൽസിനെ ഡയലേറ്റ് ചെയ്ത് നിർത്തുക ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതൽ ഇട ബോഡി ലെൻസിൽ ഉണ്ടാവും. അങ്ങനെ ഓക്സിജന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഇൻസ്പിറേഷൻ ആൻഡ് ഡിസ്പിറേഷൻ ഒന്ന് സ്മൂത്ത് ആവും. പിന്നെ അതുപോലെ തന്നെ ആന്റി കോളിനോജിക് എന്ന് പറയുന്ന ബ്രോങ്കോ ഡയലേറ്റർ അല്ല, ബ്രോങ്കിനെ കൺസ്ട്രക്റ്റഡ് ആകാതെ നിയന്ത്രിക്കുക ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റഡ് ആകാതെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നമ്മുടെ ഈ സ്റ്റൊമക്കിലെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ആന്റി കോളിനോജിക് മെഡിസിൻസ് കൊടുക്കും. അതായത് കോളനില് ഈ HCl പ്രൊഡക്ഷൻ ഒരുപാടുണ്ടാവുന്ന സമയത്ത് ഈ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ ഡയലേറ്റഡ് ആയതിനെ കൺസ്ട്രക്റ്റഡ് ആകാതെ നിലനിർത്തുക. മനസ്സിലാവും? ഡയലേറ്റഡ് ആയതിനെ കൺസ്ട്രക്റ്റഡ് ആകാതെ നിർത്തുക, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത് നിർത്തുവാണ്. അതായത് കൺസ്ട്രക്റ്റഡ് ആകാതെ നിലനിർത്തുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൺസ്ട്രക്റ്റഡ് ആയില്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിന് അതേ എഫക്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്കില് HClന്റെ സെക്രീഷൻ ഒക്കെ ഒരുപാട് കൂടുമ്പോൾ അത് സ്മൂത്ത് മസിൽസ് കൺസ്ട്രക്റ്റഡ് ആയിട്ടിരുന്നാൽ ഒരുപാട് സെക്രീഷൻ പുറത്തേക്ക് വരത്തില്ല. അപ്പൊ ഡയലേറ്റഡ് ആകാതെ കൺസ്ട്രക്ട് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് ഇതിനകത്തെ മെയിൻ ട്രീറ്റ്മെന്റ്. പിന്നെ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലെൻസില് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അതായത് ഇത് ലെൻസിന് ഇങ്ങനെ നെഗറ്റീവ് പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഈ ചെസ്റ്റിന്റെ ബോളില് ഇങ്ങനെ വലിച്ചു നിർത്തിയേക്കുക. അപ്പം ഇങ്ങനെ വലിച്ചു നിർത്തുന്ന ലെൻസിന്റെ ചില ഭാഗങ്ങളിലേക്ക് ഒരു വാട്ടർ വന്ന് ഇവിടെ നിറയുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിറയുമ്പം ഇങ്ങോട്ട് പ്രഷർ കൊടുക്കും. അപ്പൊ പ്രഷർ കൊടുക്കുമ്പം ഈ പ്രഷറിനെ അതിജീവിച്ച് വേണം ഇങ്ങനെ വെച്ചാൽ ലെൻസിന് ദേഹത്തെ ഇങ്ങനെ ചുങ്ങേണ്ടി വരും. ഇങ്ങനെ ചുങ്ങേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രഷറിന്റെ പവർ കൊണ്ടാണ്. അപ്പം ഈ ഭാഗത്തൊക്കെ നമ്മുടെ സർക്കുലേഷൻ നടക്കാതെയാവും. ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഫ്ലൂയിഡ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും COPD, ആസ്മ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം പേഷ്യന്റിന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പൾമണറി ആർട്ടറിയില് അങ്ങേയറ്റത്ത്, അതായത് ആൽവിയോളി എന്ന് പറയും, ഈ ആൽവിയോളിക്കകത്ത് സാധാരണ ഇങ്ങനെ ഫ്ലൂയിഡുകൾ വന്ന് നിറയേണ്ട അവസ്ഥ വരും. അങ്ങനെ നിറയേണ്ട അവസ്ഥ വന്ന് ആൽവിയോളിയുടെ പ്രഷർ കൂടി ആൽവിയോളി പൊട്ടി ആൽവിയോളിക്കകത്ത് നിന്ന് ഈ ബ്ലഡ് പുറത്തേക്ക് വരും. ആ ബ്ലഡോ ഫ്ലൂയിഡോ ഒക്കെ ഇവിടെ വന്ന് കുമിഞ്ഞുകൊള്ളും. അതുകൂടാതെ ആൽവിയോളയിലേക്ക് പ്രഷർ ഒരുപാട് കൂടുമ്പോൾ ഈ ആൽവിയോളയി നിറഞ്ഞ് ഫ്ലൂയിഡ് ഇവിടെ വന്ന് നിറയാറുണ്ട്. കാരണം ഇതിന് സെമി പെർമിയൽ മെമ്പറിനായി ഇവിടെ ഇങ്ങനെ കിഞ്ഞ് എല്ലാ ആൽവിയോളയിലും വന്ന് ഇവിടെ അടിഞ്ഞുകൂടാറുണ്ട്. ഒരു 250 ml ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പേഷ്യന്റിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഇത് ന്യൂമോതൊറാക്സ് പോലെ പ്രശ്നക്കാരനല്ല, പക്ഷേ പേഷ്യന്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ ന്യൂമോസിന്തസിസ്, ഇത് തൊറാസിക് സിന്തസിസ് ചെയ്ത് ഈ ഫ്ലൂയിഡ് കളയേണ്ടിയിരിക്കും. ഇതാണ് ലെൻസിനെ കുറിച്ച് പൊതുവെ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ, മെയിൻ ഡിസീസുകൾ.